നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നവംബർ 1 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ അതിദരിദ്രം ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കുറച്ച് വർഷങ്ങളോളമായി അതിദരിദ്രരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട ധനസഹായങ്ങളും മറ്റു കാര്യങ്ങളും നൽകിയതിനു ശേഷമാണ് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറ്റും ചോദിക്കുന്നുണ്ട്, അതിദരിദ്രർക്ക് നൽകുന്ന മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ നിർത്തലാക്കുമോ? അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന PN കിസാൻ അടക്കമുള്ള അതിദരിദ്രരെ കണക്കാക്കിയ ആളുകൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കുമോ? ഏകദേശം 5 ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നത്. അത്രത്തോളം തന്നെ ഏകദേശം ചുവപ്പ് റേഷൻ കാർഡുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇവർക്കുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള അരിയും മറ്റ് സഹായങ്ങൾ നിർത്തലാക്കുമോ? എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യാത്തതും പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 30 കിലോ അരിയാണ് ലഭിക്കുന്നത്. അത് ഓരോ റേഷൻ കാർഡിനും 30 കിലോ അരി വെച്ച് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കാർഡിലുള്ള ഓരോ വ്യക്തികൾക്കും 5 കിലോ ധാന്യങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൽ കേന്ദ്രത്തിൻ്റെ സഹായം കൊണ്ട് ലഭിക്കുന്നതുണ്ട്, കേരളത്തിൻ്റെ സഹായം കൊണ്ട് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പണം നൽകേണ്ട ആവശ്യമില്ല. നമുക്ക് സബ്സിഡി നിരക്കിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. പൂർണ്ണമായും സബ്സിഡിയിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. ഇനി കേരളത്തിൽ ദരിദ്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സഹായം നിർത്തലാക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളം ആരെല്ലാമാണ് അതിദരിദ്രം എന്ന് നോക്കാൻ എടുത്ത മാനദണ്ഡമല്ല കേന്ദ്രം എടുക്കുന്നത്. അത് രണ്ട് രൂപത്തിലുള്ള മാനദണ്ഡങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 1000 സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ താഴെ താമസിക്കുന്ന ആളുകളായിരിക്കണം. വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. കുടുംബത്തിൽ ആർക്കും 4 ചക്ര വാഹനങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടാവാതെ ആളായിരിക്കണം. കേരള സർക്കാരുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവരുത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചുവപ്പ് റേഷൻ കാർഡിന് അവർ മാനദണ്ഡമാക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് അവർ മാനദണ്ഡമാക്കുന്നത് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അതിന് പുറമെ വീട്ടിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള വീടുകളായിരിക്കണം, സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന അസുഖങ്ങളുള്ള ആളായിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 കാര്യങ്ങളാണ് അവർ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾക്കും അതുപോലെ തന്നെ PN കിസാനുമെല്ലാം നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളം നോക്കുന്നത് മറ്റു രൂപത്തിലായിരുന്നു. അവർക്ക് പാർപ്പിടമുണ്ടെങ്കിൽ, അതിന് എത്ര ചെറുതായാലും പാർപ്പിടമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് കേരളം നോക്കുന്നത്. രണ്ടും 2 മാനദണ്ഡങ്ങൾ നോക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.